ഹായ് ഗൈസ്, എല്ലാവർക്കും ഗായത്രീസ് വീട്ടിലേക്ക് നമസ്കാരം. ഇന്ന് നമുക്ക് തെരണ്ടി മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തെരണ്ടി മീൻ കൊണ്ടുള്ളൊരു കറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. തെരണ്ടി മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടി അടുപ്പി വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി വഴന്നു വന്നപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് വരേണ്ടതായിട്ടുണ്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് കുഴമ്പ് പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. നേരത്തെ തന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി മുതലായവ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിടുക. ഇനി ഇതിലേക്ക് നമ്മൾ വാളംപുളിയുടെ ചാറ് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതിനകത്ത് കുടംപുളിയല്ല ചേർക്കുന്നത്, വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ട് ഈ അരപ്പ് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾ കിടന്ന് വെന്ത് വരാം. ഇത് ഒരുപാട് വെള്ളം വേണ്ട, കുറുകിയിരിക്കുന്നൊരു കറിയാണ്. അപ്പോൾ അതിനാവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ വെള്ളവും ചേർത്ത് അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഈ ചാറ് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മാത്രം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ച് വയ്ക്കുക. ഇത് കുറച്ച് കഴിഞ്ഞ് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പം അരപ്പെല്ലാം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന തെരണ്ടി മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ മീൻ കഷ്ണങ്ങൾ ഈ അരപ്പിൽ കിടന്ന് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്ത് വരേണ്ടതായിട്ടുണ്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെന്ത് കുറുകി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് വെന്ത് ചാറെല്ലാം കുറുകി നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ തിരണ്ടി മീൻ കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല നെയ്യൊക്കെ തെളിഞ്ഞു നല്ലൊരു കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.